ജോലി എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമെന്നാ വിചാരം. അവളിനി അതൊക്കെ പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി വരുമ്പോഴത്തേന് മൂക്കിൽ പല്ലു മുളകി. ചായ ഓ ഇനി ചായക്ക് ചായ, ചോറിന് ചോറ്, പിന്നെ നിലം തുടക്കല്, വീട് പണി, വിറക് വിട്ട്. എൻ്റെ അമ്മ ഇതെല്ലാം കൂടെ അമ്മ ചെയ്ത് വരുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടാവും. ഇനി എങ്ങാനും കയ്യിന് വേദന, കാലിന് വേദന, മുട്ടുവേദന, തലവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നോക്കാൻ വയ്യ. ഞാൻ കൊണ്ടുപോലെ ആശുപത്രിക്കുന്നു. പിന്നെ ആരും കൊണ്ടുപോകും? നീ അല്ലാതെ ഇത് വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞയക്കേണ്ടെന്ന് പറഞ്ഞത്. ഇനി അവൾ അത് പഠിച്ചിട്ട് ഏത് കാലത്തും ജോലിയായിട്ട് വരാനാണ്? അമ്മ ഒറ്റ ആള് കാരനാണ് അവളെ പറഞ്ഞയച്ചത്. എടാ, ഈ കാലത്ത് രണ്ടുപേർക്കും കൂടെ വരുമാനം ഉണ്ടെങ്കിൽ പിടിച്ചു പറ്റാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ അവളും കൂടെ പോയാൽ നമുക്ക് ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കൂടെ? എന്റെ അമ്മ, എന്റെ വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള ചെലവ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തുള്ളൂ. അല്ലാതെ പിന്നെ അല്ല, ഒരു കൊച്ചും കൂടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ചെലവ് കൂടും. ഒരു കൊച്ചിനെ ഒന്ന് പക്വതയാക്കി എടുക്കുന്നതിന് എന്തുമാത്രം ചെലവുണ്ടെന്നാ നീ വിചാരിക്കുന്നത്? അതൊക്കെ അപ്പോഴല്ലേ, വരുമ്പോഴല്ലേ അല്ലേ? അങ്ങനെയല്ല, നമ്മൾ ഇപ്പോഴേ അത് കരുതിക്കൊള്ളണം. അതുകൊണ്ട് അവളും കൂടെ ജോലിക്ക് പോട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലടാ, അവള് എന്തൊരു കോഴ്സടാ? ഇലക്ട്രീഷ്യൻ കോഴ്സ് അല്ല, ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് എടാ, അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്നല്ലേ ഇതൊക്കെ നോക്കുന്നത്. ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ ഈ സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലേ ഇവിടെ പെൺപിള്ളേർ ദിവസവും വരും, ദിവസവും നമുക്ക് വരുമാനം ഉണ്ടാവും. പിന്നെ വല്ല കല്യാണം ഒരുക്കാൻ അങ്ങനെ ഉണ്ടാകാമെങ്കിൽ ഒരു ദിവസത്തെ കല്യാണം ഒരുക്കിന് 10-25,000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അറിയാമോ? അമ്മയ്ക്ക് എന്താ പ്രാന്തുണ്ടോ? എന്ത് പ്രാന്താണ് അമ്മയ്ക്ക്? പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാന്ത്. ഈ പ്രാന്ത് എടുത്തോണ്ട് മാത്രം കാര്യമില്ല, എടുക്കുന്ന പണിയും കൂടി നന്നാവണം. അത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവാത്ത എന്താണ്? നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഇതായിരുന്നു. ഞാനും കൂടെ ജോലിക്ക് വന്നിട്ട് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. നിന്റെ അച്ഛൻ്റെ ഡർബാർ അനുസരിച്ചുള്ള ജീവിതമല്ലേ. ഞാൻ പിന്നെ പിടിച്ചു പറ്റി എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ ജോലിക്ക് വന്നു. ചെമ്മാലെ സമ്മതിക്കത്തില്ല. ഞാനിന്ന് ജോലിക്ക് വരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏത് സ്ഥാനത്തിരിക്കുമെന്ന് നിനക്കറിയാമോ? ഓ പിന്നെ ഇനിയിപ്പോ ഭയങ്കര സ്ഥാനത്തായിരിക്കും. എന്റെ അമ്മയെ അന്ന് ജോലിക്ക് വിടാത്തത് എന്താ കാരണം? അതാലോചിച്ചിട്ടുണ്ടോ? കുടുംബത്തിന്റെ മാനം. നമ്മുടെ തറവാട്ടിൽ ഒരു പെണ്ണ് ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന വരുമാനം വേണ്ടെന്ന് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേക്കാൻ. ഇന്നത്തെ കാലം അതല്ല. രണ്ടുപേരും കൂടെ കൊണ്ടുവന്നാലും തികയത്തില്ല. അതുകൊണ്ടാണ് അവള് പോട്ടെന്ന് ഞാൻ പറഞ്ഞത്. അന്ന് അച്ഛൻ ജോലിക്ക് പോകാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പം സുഖമായിട്ട് കഴിയുന്നുണ്ട്. നല്ല അന്തസ്സിൽ ഇപ്പൊ കഴിയണത്, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ നിനക്ക് കിട്ടുന്നത് മുഴുവനും മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ അല്ലേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, സമ്മതിക്കില്ലേ നിങ്ങൾ? സത്യം ഞാൻ പറയാല്ലേ, നിനക്കൊരു ജോലി കിട്ടിയിട്ടായിരുന്നെങ്കിൽ ഈ പെണ്ണിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു തന്നെയാണ്. ഒരു സർക്കാർ ജോലിക്ക് ആയിക്കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കത്തുള്ളായിരുന്നു. ഉള്ള കാര്യം ഉള്ള കാര്യം. എന്നിട്ട് ഇതൊന്നും അല്ല അന്ന് പറഞ്ഞത്. അന്ന് പെണ്ണ് കാണാൻ പോയപ്പോ എന്താ പറഞ്ഞത്? മോളെ, നീ എന്റെ മരുമകളല്ല, മകളാണ് എന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലായിരുന്നു. എടാ, ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാനുള്ളത്? ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് അടി കൂടണോ? അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ എന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ ഇവിടെ വന്നിടന്ന് എനിക്ക് പിടിച്ചു വെക്കണ്ടേ തട്ടിയും മുട്ടിയും കൊണ്ട്. അതെ, ഞാനൊരു കാര്യം പറയാം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങ് തീർത്തോളണം. എന്നെ അതിലേക്ക് വലിച്ചിഴക്കരുത്, എന്നെ അതിന് കിട്ടില്ല. നീ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവത്തില്ല. നീ ഇടങ്കോലി വയ്ക്കാതിരുന്നാ മതി. നീ ഒന്ന് മുമ്പോട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പോയേച്ചാൽ മതി. ഞങ്ങൾ ഒരു എങ്ങനെയെങ്കിലും ഒക്കെ തട്ടി മുട്ടി അങ്ങ് പോയിക്കോളാം. മതിയല്ലോ. പിന്നെ ഞാൻ ഇടങ്കോലിട്ടിട്ടല്ലേ ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ മൊത്തം. അല്ലല്ല, എന്റെ സ്വഭാവം ഒരിച്ചിരി അതൊക്കെ തന്നെയാണ്. ഞാൻ ഉള്ള കാര്യം പറയാല്ല. ഞാനെന്തോ ഇങ്ങനെ കാണിച്ചെന്ന് പറയാ. അല്ല, നീ 7 8 വടക്കത്തില്ലല്ലോ ഞങ്ങൾ ഓരോ കാര്യം പറയുമ്പോ. അതാ ഇവിടെ അലച്ചണ്ട ഉണ്ടാവുന്നത്. അത് കുഴപ്പങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവള് ജോലിക്ക് പോയാൽ ഉടനെ അങ്ങ് കുഴപ്പങ്ങളുണ്ടാവും. നീ നിന്റെ കാര്യം നോക്കുക, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പഠിക്കുക. എന്തായാലും അവള് പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ. ഉള്ള കാര്യങ്ങളെ കൂടെ ഞാനും ഇവിടെ ഒരുവിധമൊക്കെ നടത്തിക്കൊണ്ട് പൊക്കോളാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വരുമ്പോ അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഈ വരുമാനം കൊണ്ട് നിങ്ങൾ എത്ര കാലം ജീവിക്കും? എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു കൊച്ചും കൂടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ചെലവ്? എന്റെ അമ്മ, ഇതൊക്കെ എല്ലാ തള്ളമാരും പറയണതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഇതിലൊന്നും ഒരു കാര്യമില്ല. കുറെ കാലം കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. എടാ, എന്നാലും ഒരു അമ്മയുടെ ആഗ്രഹമാണത്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും കൂടെ വരുമാനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോലെ എനിക്ക് സന്തോഷത്തോടെ കണ്ണടക്കാമല്ലോ. ഓ ആയിക്കോട്ടെ. എന്നെ വഴിക്കാൻ കിട്ടാൻ മതി. അമ്മോ, വല്ലതും പറഞ്ഞാലാണ് കുഴപ്പം. താലൂക്ക് സമ്മേളനത്തിന് 300 പേരെ കൊണ്ടുപോകണം. 300 പേര്. ജില്ലയിലേക്ക് 150, മൊത്തം 300, 450. ഓ, ഹ്യൂമരെല്ലാം കൂടെ സമയത്ത് വന്നാൽ മതിയായിരുന്നു. എന്താണ് ഒരു പുതിയ എന്താടേ? കളിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഞാനേ ഒരു കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. മീറ്റിങ്ങിനുള്ള ആൾക്കാരെ ഒപ്പിക്കട്ടെ. കണ്ടുപിടിക്കുന്നു. ഓ, ഞാനിനി അവനെ പോലെ പോസ്റ്റ് കയറുന്നത് പഠിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ. പാർട്ടിയിലേ എനിക്ക് നല്ലൊരു വിലയും നിലയുണ്ട്.
ക്ലീറ്റ എന്തറിഞ്ഞിട്ടാ കനകൻ അവളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി വിട്ടു. ഇനി അവർക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും, നോക്കിയിരുന്നോ. എന്തോ പഠിക്കാൻ? ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ആ നന്നായി, പഠിക്കാൻ പറ്റിയ കോഴ്സാണ്. പത്രത്തിലാണേലേ ഈ ബ്യൂട്ടി പാർലറിന് സംബന്ധമായിട്ട് വാണിഭത്തിനൊരു കോളം തന്നെയുണ്ട്. പിന്നെ വല്ല ഐസ്ക്രീം കേസും കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നല്ല പേരുമായിരിക്കും, ഫോട്ടോയും കൂടെ വരും, പ്രശസ്തിയും കിട്ടും. നല്ല കോഴ്സാണ്, പഠിക്കട്ടെ. ക്ലീറ്റോനെ മുട്ടൻ അസൂയ. അത് എന്നിട്ട് നുണയും പറഞ്ഞു ഈ പേരും പറഞ്ഞിട്ട് എന്നെ എന്നിട്ട് വിടാത്തതല്ലേ ക്ലീറ്റോ പുറത്തെങ്ങും. എടി അവള് പഠിക്കാൻ പോണേന് എനിക്കെന്തോ അസൂയ. മാത്രമല്ല നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കണേ, നിനക്കറിയാവോ? വേണ്ട തങ്കം, ഈ നമ്മുടെ ഇവിടെ ഉള്ള ഈ പഞ്ചായത്തിൽ നീ ഒരു ഗാർമെന്റ്സിന്റെ ഉടമയാണ്. ഗാർമെന്റ്സ്. അതെപ്പോ തുടങ്ങി ഗാർമെന്റ്സ്? ഓ നിനക്ക് ഈ പറഞ്ഞ മാതിരി ഗാർമെന്റ്സ്. എടി തയ്ക്കുന്നില്ലേ, തയ്ക്കുന്നേ സ്റ്റിച്ചിങ്, ഇത് തയ്ച്ചൊക്കെ കൊടുക്കുന്നതിന് ഗാർമെന്റ്സ് എന്നാണ് പറയുന്നത്. പുതിയ ബിസിനസ്, അതിൻ്റെ വാക്കൊന്ന് മാറ്റിയെന്നുള്ളേ. പഴയ തയ്യൽ പിന്നെ സ്റ്റിച്ചിങ് ആയി, ഇപ്പോൾ ഗാർമെന്റ്സ് ആയി. നിങ്ങളുടെ ഈ പൊട്ട ഷർട്ട് കീറി ഈ നൈറ്റ് തയ്ക്കലാണ് എൻ്റെ പ്രധാന പണി. അതാണ് വലിയ ബിസിനസ്, എനിക്കൊന്നും വേണ്ട. വേണ്ട. നമ്മുടെ നടരാജൻ്റെ ഭാര്യ എന്നാൾ എന്നോട് പറയുകയാണ്, ക്ലീറ്റോ ചേട്ടാ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഇത് തയ്ക്കാൻ വേണ്ടി ജനിച്ചതാണ്. അവർക്ക് റെഡിമെയ്ഡ് ഇട്ടാൽ പോലും ഇത്രയും പാകം കിട്ടില്ല എന്നാണ് പറയണത്. നീ തയ്ച്ചു കൊടുക്കണം. ഓ എനിക്ക് ഇഷ്ടമല്ല പെണ്ണുപിള്ളേനെ. നീ ഇഷ്ടപ്പെടാൻ ഇനിയിപ്പോൾ കല്യാണമൊന്നും കഴിക്കണില്ലല്ലോ. എടി എന്ത് എനിക്കൊരു ബിസിനസ് തുടങ്ങണം. അതെങ്ങനെ ശരിയാവും? നീയേ അംഗൻവാടി ടീച്ചറിന്റെ ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കുക. ഓ എനിക്കൊന്നും വേണ്ട ഇന്റർവ്യൂ. തങ്ങ തമാശ കളിക്കരുത്. ഞാൻ പോവില്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണെന്ന് അറിയാമോ ആ ഒരു വേക്കൻസി റെഡിയാക്കി വെച്ചേക്കണേ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജോലി ഉറപ്പാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ നാത്തൂനുണ്ടല്ലോ ആ പോത്ത് എത്രയോ ടെസ്റ്റ് എഴുതി, നമുക്ക് ഇന്നേ വരെ എന്തെങ്കിലും ഒരു സംഭവം റെഡിയായ. ഇത് പദവി ഇത്തിരി കുറഞ്ഞതാണെങ്കിലും നീ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഓ ആ ഭാര്യയായിപ്പോയി. അയ്യോ ആരാ ആരാ മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല, ഇപ്പോഴും ഇപ്പോഴും മനസ്സിലായില്ല. ഒട്ടും മനസ്സിലായില്ല? ഇല്ലാന്നേ. ഞാനാ ഏട്ടന്റെ ഭാര്യ. ഏതേട്ടന്റെ? തമാശ കളിക്കില്ല കേട്ടോ. ജമന്തി ആന്ന്. ഏത് ജമന്തി? എനിക്കും മനസ്സിലായില്ലാന്ന്. നല്ല രസമില്ലേ? അമ്മേ അമ്മേ, ആരോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ആരത്? എന്തായാലും ഈ നാട്ടുകാരിയല്ല. കളിയാക്കുന്നതാണ്. ഇതെന്തൊരു കോലമടി. നല്ലല്ലേ? ഓ പിന്നെ നല്ലതൊക്കെ ഒരു വല്ലാത്ത കോലമായി പോയ മോളെ. നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല ഇത്. അയ്യേ മോശം മോശം. എന്ത് മോശം? അമ്മേ ഇതേ ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന ചേച്ചിയില്ലേ, അവര് പറഞ്ഞത് ഇതിന് മേക്ക് ഓവർ എന്നാ. അതെ, നിനക്ക് ഈയിടെ കുറച്ച് ഓവറാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. അത് കുറച്ചോ ഇത്ര ഒന്നല്ല കേട്ടാ. അമ്മേ എന്താ അമ്മ ഏട്ടൻ ഇങ്ങനെ പറയണേ? ഏട്ടാ ഈ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നല്ല മോഡേൺ ആയിട്ട് നടക്കണം. അല്ലാതെ ഞാൻ ചുമ്മാ സാരി കൊടുത്ത് അവിടെ പോയിരുന്നാലുണ്ടല്ലോ ആരും വില തരൂലെന്ന്. നീ സാരി എടുത്തോണ്ടല്ലേ പോയത്? ഏട്ടാ അതാ പറഞ്ഞേ, അവിടെ ആകെ പൊട്ട സാരി എടുത്തോണ്ട് പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ആകെ നാണക്കേടായി പോയി. ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ഇത് എവിടെന്ന്? ഇത് ഞാൻ അവിടുന്ന് മേടിച്ചു. വല്ല കാര്യമുണ്ടാ? എന്റെ ദൈവമേ, എന്റെ പൈസ മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോയി കളയും. മാറ്റി വന്നേ നീ പോയിട്ട്. പൈസ മാറ്റുന്നതൊന്നും അല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. ബ്യൂട്ടി പാർലറും ബ്യൂട്ടി പാർലറും ഒക്കെ നടത്തിക്കോ. ഇങ്ങോട്ട് വന്നേ. നീ അത് പോയി മാറ്റി വാന്ന്. ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ കേക്കാം. അമ്മേ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞുണ്ടല്ലോ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം. ഇപ്പൊ തന്നെ ഓരോ കല്യാണത്തിന് ഓരോരുത്തര് ബ്യൂട്ടീഷ്യന് എത്ര രൂപയെ കൊടുക്കണെന്ന് അറിയാമോ? അതൊക്കെ നല്ലത് തന്നെ. എന്നാലും ഈ കോലം നമ്മുടെ കുടുംബത്തിന് പറ്റിയതല്ല, അത്രേ ഞാൻ പറഞ്ഞോളൂ. അയ്യോ, ഈ മലയാളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ വീട്ടിനകത്ത് ഇങ്ങനെ തളച്ചിടാൻ പാടില്ല, അവരെ ജോലിക്ക് പറഞ്ഞേക്കണം. അല്ല പണിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ കോലം വേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ അവിടെ. ഒന്നും മിണ്ടാതിരിക്കേ. എന്താണ്? ഞാൻ ബ്യൂട്ടീഷ്യനൊക്കെ പാസ്സായി കഴിഞ്ഞ നമുക്കൊരു ബോർഡ് വെക്കണം, ബ്യൂട്ടീഷ്യൻ ജമന്തി. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. റോട്ടരിയിൽ വെക്കണം. 10 ആള് കൂടും.
യവനെ കൊണ്ടോ തങ്കത്തിനെ കൊണ്ടോ അത് കഴിഞ്ഞില്ല. നീ ആയിട്ടെങ്കിലും സംഘടിപ്പിച്ചല്ലോ, എനിക്ക് അതിന് സന്തോഷം തന്നെയുള്ളത്. ഒരു ബോർഡ് വെക്കുന്ന അമ്മയ്ക്ക് അത്ര വലിയ സന്തോഷമാണെങ്കിൽ ഞാനൊരു ബോർഡ് വെക്കാം. എന്ത് ബോർഡ്? കനകൻ ലൈൻമാൻ KSEB എന്ന് പറഞ്ഞിട്ട്. എന്ത്? ഓ ഏട്ടാ അവിടുന്ന് ചുമ്മാതാമ്മേ. പിന്നെ അമ്മേ, നമ്മുടെ ബ്യൂട്ടി പാർലറിന് ഒരു പേര് വേണ്ടേ? ഒരു പേര് വേണം. എന്ത് പേരിടും? എന്ത്? അമ്മയുടെ പേര് മതി. മതിയാ? അമ്മയുടെ പേര് വേണ്ട. വേണം. അമ്മയുടെ പേരായ പുതിയ പെണ്ണുങ്ങളൊന്നും വരില്ല, ആകെ ചുക്കിച്ചുളഞ്ഞ തള്ളാരെ വരുവാ. മതിയാ? ഓ ഏട്ടാ, നല്ല സ്റ്റൈലായിട്ട് നമുക്ക് എഴുതാം, രത്നമ്മ മെമ്മോറിയൽ ബ്യൂട്ടി പാർലർ. മെമ്മോറിയൽ? എടി മരിച്ചുപോയ ആളുകളുടെ മെമ്മോറിയൽ എന്നൊക്കെ വെക്കുക. ഓൾറെഡി നിനക്കെന്നെ തെക്കോട്ട് കെട്ടിയെടുക്കണമെന്നാണ് വിചാരം. അമ്മ അതല്ല, ഇങ്ങനെ ഈ ബോർഡിലൊക്കെ സ്റ്റൈലായിട്ട് എഴുതണ കണ്ട് അറിയാതെ പറഞ്ഞതാ. എന്നാ പിന്നെ ഞാനൊരു പേര് പറയാം. ഹവിൽദാർ വീരഭദ്രൻ പിള്ള മെമ്മോറിയൽ ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, ബ്യൂട്ടി പാർലർ വരുന്നവര് പേടിച്ച് തിരിച്ച് അങ്ങോട്ട് ഓടിക്കളയും. അതിനു വേണ്ടി ആ പേരിടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞല്ലേ അവള്, തക്കിളി, അവളെ പേരിടാം. അവളെ പേരിടുന്ന കൊള്ളാം. ക്ലീറ്റസ് പിന്നെ മാസം മാസം അതിന്റെ വീതം ചോദിക്കാൻ വേണ്ടി വരും. കൊടുക്കാനുണ്ടാവും. ശരിയാ, വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അമ്മയുടെ പേര് മതി, എനിക്ക് അതാ ഇഷ്ടം. എന്നാ മതി, പോരേടാ. അത് മതി. എന്നാ രണ്ടുപേരും വേഗം ചെന്ന് മുഖം കഴിയിട്ടാ. അയ്യോ, അതിന് വിളക്കെത്തിക്കാൻ സമയമായില്ലല്ലോ. വിളക്കെത്തിക്കാനല്ല, ഞാൻ അവിടുന്ന് കൊറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചിട്ടില്ലേ, അതൊക്കെ എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും എന്റെ പരീക്ഷണ വസ്തുക്കൾ. എന്തിനാണ് ഈ കക്കരിക്ക മുഴുവൻ അരിഞ്ഞു കൂട്ടിരിക്കണ കണ്ടമ്മ? ഇത് കറിക്ക് മേടിച്ചോണ്ട് വന്നതല്ലേ, എന്താ ഇതിനൊക്കെ വില? എന്തിനാ ഇങ്ങനെ പിശിക്കണേ? അമ്മേ, ഇത് കണ്ണിന്റെ മുകളിൽ വെക്കേ. എനിക്ക് വേണ്ട. അങ്ങോട്ടോ. അമ്മേ, സാധാരണ ഈ ക്രീമുകളൊക്കെ ഇല്ലേ, അതൊക്കെ തേക്കാനാണ് ഈ ബ്യൂട്ടീഷ്യൻകാര് നമ്മളെ പഠിപ്പിക്കണേ. പക്ഷെ ഇനി ആ ക്രീം എന്തെങ്കിലും തേച്ച അമ്മയ്ക്ക് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടായ എന്നെ പിന്നെ വച്ചേക്കും. അയ്യോ, എന്റെ മോനെ, എന്റെ മുഖത്തിനൊന്നും സംഭവിക്കരുത്. കണ്ണാണ്, കണ്ണിലൊന്നും പരണ്ടരുത്. ഇല്ലമ്മേ. അതെ, ആ കടലമാവ് കൊണ്ട് ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. എന്താ? അത് നന്നായിട്ട് കുഴക്കുക. നന്നായിട്ട് കുഴച്ചോണ്ടിരിക്കും. സവാള അരിഞ്ഞിട്ടാണ് കൂട്ടുക. കുറച്ച് ഇഞ്ചി, പച്ചമുളകും കുറച്ച് വേപ്പിന്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറച്ച് ഇങ്ങനെ നുള്ളിട്ട് കഴിഞ്ഞാൽ മുരിഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല പൊക്ക. തൽക്കാലം ഇതങ്ങോട്ട് ചെയ്യട്ടെ, പിന്നെ മതി ബാക്കി. എന്നാ വാരി തേച്ചാണ്. അമ്മ, ഞാനിത് കലക്കട്ടെ, അത് വെച്ചോണ്ടിരിക്കും, കളയരുത്. ഇനി അമ്മയുടെ മനസ്സിൽ ചുളു വീണാലും മുഖത്ത് ചുളു വീഴാൻ ഞാൻ സമ്മതിക്കില്ല. സൂക്ഷിച്ചൊക്കെ ചെയ്യണം. എനിക്ക് അത്രയുള്ള കണ്ണില് ഇത് തിരിച്ചല്ലേ പറയേണ്ടത്? എന്താ? എങ്ങനെ? മുഖത്ത് ചുളു വീണാലും മനസ്സിനകത്ത് ചുളു വീഴരുത് എന്നല്ലേ പറയേണ്ടത്? അതെ, ഞാനിപ്പോ മുഖമാണ് മിനുക്കാൻ ശ്രമിക്കണത്, അല്ലാതെ മനസ്സല്ല. വെരി ഗുഡ്. തക്കളി, നേരെ ഇരിക്കേ. നശിപ്പിക്കിനി. പക്ഷെ എന്നാലും എന്ത് പറ്റിയതിന്റെ കാണി പിടിക്കണില്ലെന്ന് തയ്ക്കാൻ പറ്റിയിട്ടില്ല മനുഷ്യന്. ചുമ്മാതല്ല, അകത്ത് നൂല് കുരുക്കാടി. ഞാൻ ഇന്നലെ വൈകിട്ട് തയ്ച്ചപ്പോ കുഴപ്പമില്ലായിരുന്നേ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മിഷനിൽ കയറരുതെന്ന്. ഇത് കയറാൻ കാറാ ലോറിയല്ലോ, ഇതിൽ കയറലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ സൂചി വെച്ച് ഇവിടെ ഇരുന്ന് എൻ്റെ ഒരു ഷർട്ടിന്റെ ബട്ടൺ തയ്ച്ചോണ്ടിരുന്നു. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നും ഇല്ലാന്നാ പറഞ്ഞാൽ ഞാൻ ക്ലീറ്റോ, നിങ്ങൾക്ക് കളിക്കാൻ ഉണ്ടാക്കിയിട്ടേക്കണ സാധനമല്ല, മതി നിർത്തിക്കേ. വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. ഇവനാണ് ഇനി കറങ്ങൂലേ? ഇത് നോക്ക് ക്ലീറ്റോ, അല്ലെങ്കിലും സുന്ദരിയല്ലോ. എന്നാലും കാലത്തെ കണ്ടതിന് ചെറിയൊരു വ്യത്യാസം, കുറച്ചുകൂടെ ഒരു മാറ്റം ഉണ്ട്. എന്ത് ചെയ്തത്? എങ്ങനെ കണ്ണൊന്നും അടച്ചു? പഴയ സിനിമാ നടിമാരൊക്കെ കാണിക്കുന്ന പോലെ. ഇതെന്താ ചെയ്തേ? മേക്കപ്പ് ചെയ്തതാ. ഇനിയും സുന്ദരിയാവാനാ? നിനക്ക് ഇപ്പൊ തന്നെ സൗന്ദര്യം കൂടുതലാ. ഡാഡി, ജമന്തിയമ്മ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോവാ. എവിടെ? അവിടെ. അയ്യോ, അത് നല്ല കാര്യമായില്ലോ. അതങ്ങനെ നല്ല കാര്യമാവും? അതൊന്നും ഇവിടെ ശരിയാവൂല. അങ്ങനെ ബ്യൂട്ടി പാർലർ ഒന്നും തുടങ്ങാൻ എൻ്റെ അടുത്ത് ചോദിച്ചാ? അങ്ങനെ ചോദിക്കാന്ന് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് വേണം ആണുങ്ങളും പെണ്ണുങ്ങൾ കയറി ഇവിടെ ഇറങ്ങാൻ. അതിന് ലേഡീസ് ഉള്ളിയാ. ലേഡീസ് ആണ് കുഴപ്പം. പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ, ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് ഇവിടെ കിടന്ന് തമ്മിലടിയാവും. ഇവിടെ ആകെ നാറ്റ കേസാവും. ഇവിടെ ഒന്നും വേണ്ട. ക്ലീറ്റോന് ശരിക്കും എന്താ പ്രശ്നം?
എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ ഇടങ്കോലി ഇടുന്നത്? അവര് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ? അങ്ങനെ ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കൂല. ഇവിടെ ഇത് തുടങ്ങണമെങ്കിൽ ഒന്ന് എന്നോട് സംസാരിക്കണം. നിന്നോട് ചോദിച്ചാ എന്തിനാണ് ഇപ്പൊ ഇതിവിടെ തുടങ്ങണത്? വേറെ എവിടെയും പുറത്തൊരു കട എടുത്ത് തുടങ്ങി. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ല? എന്തെങ്കിലും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? നിങ്ങളുടെ തലയിൽ കയറിയൊന്നല്ലല്ലോ ഒരു ബ്യൂട്ടി പാർലർ ഇടണേ. എടി, നമ്മളിവിടെ തൊട്ടടുത്ത് താമസിക്കുകയല്ലേ. അപ്പൊ ഇത് ഇവിടെ തുടങ്ങുമ്പോ ഒരു വാക്കെന്റെ അടുത്ത് ചോദിക്കണം. മര്യാദ അത് കാര്യമുണ്ട്. എന്തിനെന്ന് ചോദിച്ചാ ഡാഡി ബ്യൂട്ടി പാർലർ തുടങ്ങിയാലേ ജമന്തി നമുക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുമെന്ന്. കാശ് കുറെ കിട്ടും ക്ലീറ്റോ. കിട്ടും. ഇങ്ങനെ ഈ മുഖത്ത് ഈ കുമ്മായന്മാര് തേക്കുന്നതിന് ഇപ്പൊ പൈസ കിട്ടും. ഇതാണ് ക്ലീറ്റോന്റെ കുഴപ്പം. ഒരു കാര്യം എന്താന്ന് അന്വേഷിക്കില്ല, വെറുതെ ഇങ്ങനെ വളവളവളവളവളവളവളാന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇവളുടെ മുഖത്തോട്ട് നോക്കിയേ, ഇപ്പൊ ഈ ചെയ്തേക്കണുണ്ടോ? സിമ്പിൾ ആയിട്ടാ ചെയ്തേക്കണേ. ഇതിന് കൊടുക്കണം 2000-3000 രൂപ. എന്തിന്? ഒരു ഫേഷ്യല്. അതിന് 1000 രൂപ ഏറ്റവും കുറഞ്ഞത് ചെലവാകും. എന്താണ് ഫേഷ്യൽ? ഫേഷ്യൽ അല്ല, ഫേഷ്യൽ. അതെന്താ അറിയോ? അത് ചെയ്യുമ്പോഴാണ് ഈ പെണ്ണുങ്ങളൊക്കെ വിളിക്കുന്നത്. ഞാനത് ചെയ്യാത്തോണ്ടല്ലേ ക്ലീറ്റോ ഇങ്ങനെ ആണുങ്ങളെ പോക്കറ്റ് വിളിക്കുന്നത്. എന്റെ പൊന്നുമോളെ, നീ അതൊന്നും ചെയ്യണ്ട. നിനക്ക് ഇത്രയും സൗന്ദര്യം തന്നെ അധികമാണ്. ഞാൻ ചെയ്യണില്ല, പക്ഷെ ഒരു ഉപകാരം ചെയ്യണം നിങ്ങൾ. എന്താണ്? ദൈവത്തെ ഓർത്ത് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അവർക്ക് 10 പൈസ കിട്ടണം, അത് ഇനി കോലിട്ട് നശിപ്പിക്കരുത്. നല്ല കാശ് കിട്ടും. പിന്നെ കിട്ടൂലേ? അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഒരു ചെറിയൊരു അവകാശം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു പകുതിയുടെ ഒരു അവകാശമുണ്ട്. പകുതി ഈ ഒരു ജ്വരം മാത്രമേ ഉള്ളൂ. പിന്നെ മുഴുവനും ചോദിക്കാൻ പറ്റുമോ? അത് നാണക്കേടാ. പകുതി മതിയോ നമുക്ക്? നാണക്കേടാന്നറിയാലേ ക്ലീറ്റോ? ആ പെങ്കൊച്ച് പണിയെടുക്കണ പൈസ അതിന്റെയും പകുതി കൈയിട്ട് വാരാൻ നാണുണ്ടോ ക്ലീറ്റോ? എടി, കൈയിട്ട് വാരുന്നതല്ല, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ച് നേടിയെടുക്കണം. അതാണ് വലിയ വലിയ മഹാന്മാർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ അവകാശങ്ങൾ നേടാൻ മാത്രം അറിയുള്ളൂ. പണിയെടുക്കണം, എന്നാലേ കാശുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞിട്ടേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് എന്നോട് ചോദിക്കണം, എന്റെ സമ്മതം വാങ്ങണം. ഇല്ല ഇപ്പൊ ഞാനിത് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ ഇതിവിടെ നടക്കുമോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞാനിപ്പോ ഒന്നുമില്ല, അതിന്റെ ഒരു വിഹിതം ലാഭത്തിന്റെ നമുക്കും തരണം എന്ന് പറയും, അത്രേ ഉള്ളൂ. ഇവിടെ കുറച്ച് കുരുരുപ്പുണ്ടായിരുന്നല്ലോ, അതങ്ങ് മാറിയല്ലേ? അതൊന്നും കാണുന്നില്ല ഇപ്പേ. ആര് പറഞ്ഞു? അതൊന്നും പോയിട്ടില്ല, എപ്പോഴും അത് ഇതല്ലേ ഇവിടത്തത്. ഈ 2 അതൊക്കെ പോയമ്മേ. പക്ഷെ എനിക്ക് തോന്നണേ കണ്ണിനൊരു ഇച്ചിരി വാലും കൂടി ഇട്ട് എഴുതണായിരുന്നു, അല്ലേ അമ്മേ? ഇപ്പൊ ഉള്ള അത്രയൊക്കെ മതി, ഇനി വാലും ഇതൊന്നും വേണ്ട. ഓ, നല്ല ഭംഗിയുണ്ടമ്മേ. എനിക്ക് എന്റെ ഈ മുഖം കണ്ടപ്പോഴേ എനിക്ക് എന്റെ ഹവീൽദാറിന്റെ ഓർമ്മ വരുന്നു. അതെന്താ, കണ്ണാടിയില് ഹവീൽദാരുണ്ടോ? അതല്ല, അദ്ദേഹം എന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴേ ഇതുപോലത്തെ മുഖമായിരുന്നു. മക്കളെ കണ്ട് ഇവിടത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ തടിപ്പ്, അതിന് മാറാൻ എല്ലാരും പറയുന്നത് എല്ലാരും ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുമെന്ന്. എനിക്ക് അതൊന്നും അമ്മ ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, അതൊക്കെ കേടാ. ഇനി എന്നും അമ്മയുടെ മുഖം ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് തരും, അപ്പൊ അതൊക്കെ അങ്ങോട്ട് പോവല്ലേ. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, സൂചിന്റെ കുതിർ കണ്ണു കുത്തി പൊട്ടിക്കരു. ഏട്ടാ അമ്മയുടെ ചുണ്ടു നോക്കിയേ, ആ കറുപ്പൊക്കെ പോയില്ലേ? പിന്നെ ചോപ്പാനിട്ട പിന്നെ കറുപ്പില്ലേ? അത് മേക്കപ്പ് ഇവള് ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നപ്പോ മുഖം താനെ ഇങ്ങനെ വരുന്നതാണ്. അവിടെ ചെന്ന് കൊസ്രാപ്പുള്ളി വർത്താനം പറയും. നീ ഒരു കാര്യം ചെയ്യും, നീ മെഷീനിൽ കയറ്റി ചുണ്ട് കഴിച്ചു ഇവരെ കണ്ടാ ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. അവന് തൃപ്തി വരത്തില്ല എത്രയൊക്കെ. ആൾക്കാര് എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ. എന്റെ കർത്താവേ, ഒരു 10 വയസ്സാളിന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിശ്വാസം വന്നോ? അതാളിയ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയല്ലേ? കുന്താണ് നീ പൊട്ടയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കണം. അമ്മ നല്ല രസമുണ്ട്. ഇത് ആരും ഇരിക്കുന്നേ? എനിക്ക് വയ്യ ഇത്. അയ്യോ, ഭയങ്കര വ്യത്യാസം കേട്ടോ. വ്യത്യാസം ഉണ്ടല്ലേ? ഇതുപോലെ ആരെയോ ഞാൻ ഇപ്പൊ കണ്ടല്ലോ. അതെ, ഒരു 75 മോഡൽ അംബാസഡർ കാർ അൻസാറിന്റെ അവിടെ കൊടുക്കായിട്ടുണ്ട്. അതിന് പെയിന്റ് അടിച്ച് ഏതാണ്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ പറയാണ്ടിരിക്കും? നീ എന്നോട് മിണ്ടണ്ട, നിന്നോട് ഞാൻ വഴക്കാം. എന്തിന്? ഇത്രയും ദിവസമായിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞ ചമന്തി, ഇവളൊന്നും മിണ്ടിയില്ല അമ്മ എന്നോട്. നിങ്ങൾ ഇനിയിപ്പോ അതും ഇത് പറഞ്ഞ് വർത്താനം ഒന്നും ഉണ്ടാക്കണ്ട. കണ്ട, എവക്കൊരു തൊഴിലുമായി നിനക്കൊരു ജോലിയുമായി. എനിക്ക് ഇപ്പോഴാ ഒരു മനസമാധാനം ഉണ്ട്. അല്ലടേ, നിനക്ക് നാളെ ഇന്റർവ്യൂവിന് പോണ്ടിയത്? നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ഞാൻ മേക്കപ്പ് ചെയ്ത് തരും പോരെ?
പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന് മുമ്പ് കുറച്ച് ക്ലീനപ്പ് ഒക്കെ ചെയ്യണം. ഇന്ന് ഇങ്ങോട്ട് വന്നേക്കണം. അതൊക്കെ ഒന്ന് ചെയ്തു കൊള്ളണം. അല്ല എന്നെ കൂടെ ഒന്ന് വിളിപ്പിക്കൂടി. നീ നന്നായിട്ട് വെളുപ്പിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ. അതെ ക്ലീറ്റ ചേട്ടാ, ഇവിടെ ലേഡീസ് ഓൺലി. അതെ, ഈ വീട്ടിലെ എന്തോ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോകുന്നു കേട്ട് ആണോ അളിയാ? തുടങ്ങണം. അതിന് എന്ത് മുടക്കുമുതൽ എങ്ങനെ വരും? എത്ര മുടക്കുമുതലാണെങ്കിലും അത് ഞാൻ മുടക്കിക്കോളാം. നീയായിട്ട് അത് മുടക്കാതിരുന്നാ മതി. അല്ല, ഇതിന് വല്ല ലാഭം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ലാഭമല്ലേ, നല്ല ലാഭമാണ്. ചുരുങ്ങിയ മുടക്കുമുതലില് വലിയ ലാഭം. അയ്യോ, ഭയങ്കര ലാഭം ഉണ്ടാവുമോ? പിന്നെ എന്താ പകുതി വേണ്ടി വരുമോ? ഇല്ല. അല്ല, വിഷം വായിക്കുകയാണെങ്കിൽ നീ പകുതി ചോദിക്കുമല്ലോ. ഇവിടെ തുടങ്ങുന്നോണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തിരിച്ചെടുത്തത്. നിന്നോട് എന്താ വരാൻ പറഞ്ഞറിയാമോ? അല്ല, എന്താ കണക്ക് നിന്റെ മുഖത്തൊരു വോൾട്ടേജ് വെച്ച പോലെ? എന്താണ്? ഏയ് ഒന്നുമില്ല. ഈ അമ്മയെ സുന്ദരിയായിട്ടുണ്ടല്ലോ. മാറ്റം ഉണ്ടല്ലേ? ആ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലാന്നേ. ഇവിടെ ജമന്തി ബ്യൂട്ടീഷ്യനായി. അവള് ചെയ്തേക്കണ മേക്കപ്പ് അല്ലേ ഇത്. ഇവിടെ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോകുന്നു. വീട്ടിലാ? അതാണ്ട് ജമന്തിയുടെ പരീക്ഷണശാലയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ അമ്മയും കനകനും. അപ്പൊ കോളടിച്ചല്ല. അല്ല, അപ്പൊ തങ്കത്തിന് മേക്കപ്പ് ഒന്നും ചെയ്തില്ലേ അവളെ പരീക്ഷണശാലയിൽ? ഇന്ന് വൈകുന്നേരത്ത് പരീക്ഷണശാലയെ കേറ്റുവാ. നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് അവളെ അടുക്കളയിൽ വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇരിക്കണം കലങ്ങിയിട്ട്. മതി, എനിക്കിത് മതി. അവള് പുറക്കണത്. എന്തായാലും ഇപ്പം ഫാസിലിനെ നമുക്ക് അവിടെ കയറ്റാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യോ, നിന്റെ ഷാഹിദ വരാൻ പറ. അവളെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ വൈകിട്ട് അവളെ കൊണ്ടുവന്നാക്കാം. അവളും സുന്ദരിയാട്ടെ. വേണ്ട, എന്ത്? അത് ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേറെ പ്രശ്നം. അവൾക്ക് സൗന്ദര്യം കൂടി പോയി എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണത്. എന്നാ പിന്നെ രണ്ടുപേരോടും വരാൻ പറ. അയ്യോ, അത് വേണ്ട ജമന്തി. അണ്ട് ആർക്കെങ്കിലും ഇത്തിരി പൗഡർ കൂടി പോയാൽ അത് മതി ഇന്ന് യുദ്ധത്തിന്. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ ബോർഡ് അവിടെ പഠിക്കല് കെട്ടണം കേട്ടോ. അല്ല, അമ്മയുടെ പേരാണല്ലോ ഇട്ടേക്കണത്. ഈ ബോർഡ് എന്ത് ചെയ്യാൻ പോണ്? പഠിക്കല് വെക്കാം. ഇവിടെ ഇത് അവിടെ വെക്കല്ലേ. ഈ ബോർഡ് നമുക്ക് ആദ്യം ഇവിടെ വെക്കണം. എന്താ വെച്ച് കഴിഞ്ഞാല് ഇതുവഴി പാസ് ചെയ്ത് പോണ ആൾക്കാർക്ക് പെട്ടെന്ന് വീട് തെറ്റിപ്പോകാൻ പാടില്ല. ഇത് കണ്ട് നേരെ ഇങ്ങോട്ട് വരണം. പിന്നെ പഠിക്കല് വെക്കാൻ ഒരു ബോർഡ് ക്ലീറ്റസ് സ്പോൺസർ ചെയ്യുന്നതാണ്. എന്നാ പിന്നെ അത് ഇതിലും വലുതരണം വെക്കാം. അത് വെക്കാം. ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വെക്കങ്ങൾക്ക് മാറി നീ ഒന്ന് മാറി പാസ്. ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താ തങ്കു ഇത് അളിയന്മാരമ്മൻ എന്താ യോജിപ്പ്? ഇതാണ് പൊസിഷൻ. സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴാണ് മനസ്സമാധാനം ഉണ്ടായത്. മതി ഇല്ലമ്മാ? മതി മതി മതി. അവിടെ ദൂരെ പോയി നിന്ന് നോക്കിയേ. അവിടെ നിന്ന് നോക്കി അങ്ങോട്ട് നിന്നിട്ട് ഓക്കെ. നിന്റെ ഭാര്യ ഉണ്ടോ? വിളിക്കവിടെ. അവള് ക്ലാസ്സിൽ പോയി ഞാൻ കാണിക്കും. ഞാൻ ഈ വീട് കത്തിക്കും. എന്താ കാര്യം പറയുന്നത്? കാര്യം നടക്കൊന്നും അറിഞ്ഞൂടല്ലേ. അവളോട് ചോദിക്കുക. എടാ, അവള് ക്ലാസ്സിന് പോയിന്ന്. അപ്പൊ അവള് പോവും. അവൾ അങ്ങനത്തെ വൃത്തിയോട് കാണിച്ചിട്ടല്ലേ പോയത്. അമ്മ അസൂയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ അസൂയക്ക് കൈയും കാലും വെച്ചാളാ ഇവന്റെ ഭാര്യ. എടാ, ആരോട് എന്താ അസൂയ? ഇന്നലെ ചിരിച്ചോണ്ടിരുന്നപ്പോ പോലും ഞാൻ വിചാരിച്ചില്ല അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്. അതാണ്ട് ഇവന് മേക്കപ്പ് ചെയ്തപ്പോ കുഴപ്പമില്ല, അമ്മക്ക് ചെയ്തപ്പോ കുഴപ്പമില്ല, കൊച്ചിന് ചെയ്തപ്പോ കുഴപ്പമില്ല. എന്റെ ഭാര്യയുടെ മുഖത്ത് അവള് ചെയ്ത് വെച്ചേക്കണതുണ്ടല്ലോ. അത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്താ പോരെ? അയ്യോ, ഇനി ഒന്നുകൂടെ ചെയ്തിട്ട് അവളെ കൊല്ലാനായിരിക്കുമല്ലടാ. ഇല്ല, കഴുകി കളയണം. കഴുകളടാ. അവളെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ പാർലറിൽ ഇവിടെ ഒരു കുന്തത്തിന് ഞാൻ സമ്മതിക്കില്ല. നീ തീരുമാനിക്കണേ. ഞാൻ സമ്മതിച്ചിട്ടല്ലേ. അമ്മക്കറിയാമോ അമ്മ, എന്റെ പാർട്ടിക്കാരെ കൈയും കാലും പിടിച്ചാണ് ഞാൻ അവക്കൊരു ജോലി ശരിയാക്കിയത്. അത് ഇവന്റെ ഭാര്യ ഭൂതന കട മുടങ്ങിയമ്മ. എന്റെ ഭാര്യ എങ്ങനെയെന്ന് നീ വിളിച്ചു പറഞ്ഞു പിന്നെ കിട്ടിയ ജോലി പിന്നെ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞാൽ കിട്ടാതെ. നിന്റെ ഭാര്യ മറ്റേ ലോക വേൾഡ് ബ്യൂട്ടീഷ്യൻ അല്ലേ. അവളാക്കി വെച്ചോ കോലം ഒന്ന് കാണണ എന്റെ ഭാര്യയുടെ. എന്തൊക്കെയാണ് എന്റെ ക്ലീറ്റസ് നീ പറയുന്നത്? ഇത് മനപ്പൂർവ്വം ഇത് അസൂയാണ്. ഞാനും എന്റെ കുടുംബവും സർക്കാർ ജോലിക്കാരായി പോകൂലേ, അതിന്റെ അസൂയ ഇവനായിരിക്കും പറഞ്ഞു കൊടുത്തത്. ഈ ബാലവാടിയിലെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സർക്കാർ ജോലി കാര്യം പറയാം. അമ്മ തങ്കത്തിന് ഒന്ന് പോയി നോക്കമ്മ. എന്താണ്? അവളിപ്പോ തങ്കമല്ല പിച്ചളയല്ല പിച്ചക്കാരിയെ പോലെ ഇരിക്കും. നോക്കണ എന്റെ കൊച്ചിന് എന്ത് സംഭവിച്ചെന്നറിയില്ലല്ലേ. തങ്കം ഇറങ്ങി വാങ്ങി നോക്കണേ. കണ്ടാ കണ്ടാമ്മ എന്താണിത്? ഭാര്യ കാണിച്ചു വെച്ചേക്കണം. നീ കണ്ടോടാ. ഇതെന്താ ഇത്? ഇതേ ആ മേക്കപ്പ് കട്ട പിടിച്ചാണ് തുടച്ചു കളയി. മേക്കപ്പ് അല്ലടാ. അവളെന്തോ സാധനം എടുത്ത് മുഖത്ത് തേച്ചു കൊടുത്ത് പൊള്ളിയതാ.
ഇന്ന് നിന്റെ ഭാര്യ വീട്ടിൽ കയറുമ്പോ ഇതുപോലെ ആസിഡ് ഒടിച്ച് ഞാൻ പൊള്ളിക്കും, നീ നോക്കിക്കോ. വേണ്ട ക്ലീറ്റ്, എന്തിനാ അവളെ പറയണേ? അവള് കാരണം ഇതെല്ലാം ഉണ്ടായേ. അയ്യോ അല്ല, അവളല്ല. കണ്ടാടാ അവളെ സ്നേഹം, കണ്ടാടാ ഇത്രയൊക്കെ കാണിച്ചിട്ട് നാത്തോടുള്ള സ്നേഹം കണ്ട, എന്നിട്ട് അവളിത് കാണിച്ചല്ലിയാ. അതിന് അവളല്ല ചെയ്തതെന്ന്. പിന്നെ ആരാ ചെയ്തത്? പിന്നെ ആരാ ചെയ്തേടി? നീ ചെയ്താ? ഇന്നലെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചില്ലേ? അപ്പൊ അവളെല്ലാ സാധനം ഇത്തിരി ഇട്ട് തന്നുള്ളു എന്റെ മുഖത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വെളുക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന്. അപ്പൊ അവള് കാണാതെ ഞാൻ ആ പൊടിയെല്ലാം എടുത്തിട്ട് വന്ന് തന്നെ താനെ ഇട്ടതാ. അപ്പൊ ആ പൊടികളെല്ലാം കൂടെ വെച്ച് നീ നിന്റെ മുഖത്ത് വെച്ച് തേച്ചല്ലേ? എന്ത് ചെയ്യും? ഇപ്പൊ നിനക്ക് സത്യാവസ്ഥ മനസ്സിലായില്ലടാ? മനസ്സിലായോന്ന്? ഇത് നിനക്ക് ബാ തുറന്നൊക്കെ ചോദിക്കായിരുന്നല്ലേ? നീ എന്താ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞത്? നീ എന്താ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞതെന്ന്? ചേട്ടാ നീ ഒന്ന് മനസ്സിലാക്കണം. എടുത്തി ആടിയാ കഴുത്തൊടിയും. ഇപ്പൊ മനസ്സിലായല്ലോ. എന്താ അലറലായിരുന്നു അവന്റെ? നീ എവിടെ പോണ്? എന്തെങ്കിലും പറയടാ. നിനക്കെന്താ ഇപ്പൊ മറുപടി പറയാനൊന്നുമില്ലേ? Versus Alien.